മൊത്തത്തിൽ രാജ്യത്തിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇതൊന്നും. പക്ഷേ ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് വ്യവസായ വികസനത്തിന് വലിയ ഊന്നൽ. കാരണം ഇപ്പോൾ ഈ ട്രംപ് അനുവർത്തിച്ചിരിക്കുന്ന നയം മൂലം ഈ ലോകക്രമത്തിൽ തന്നെ വലിയ ഒരു പ്രശ്നമുണ്ടായി. എയിംസ് കേരളത്തിൽ വരുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടന്നിട്ട് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കിട്ടുന്നില്ല. നമ്മുടെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് എടുത്തിരിക്കുന്ന നടപടികളൊക്കെ തന്നെ ഇന്ത്യ തളരുന്നില്ല. നമസ്കാരം. ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് സമഗ്രമായ മാറ്റങ്ങളും ഉയർച്ച കൊണ്ടുവരാനുമുള്ള രീതിയിലുള്ള ബഡ്ജറ്റാണോ അവതരിപ്പിച്ചത് എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നു. അതുകൂടാതെ കേരളത്തിനെ എന്തുമാത്രം പരിഗണിച്ചു എന്നുള്ളതും പ്രധാന ചോദ്യം തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന, അതുകൂടാതെ 5ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ കൂടിയായിരുന്ന ശ്രീ BA പ്രകാശ് സാർ. തീർച്ചയായിട്ടും രാജ്യത്തിന് പ്രതീക്ഷ നൽകുന്ന ബഡ്ജറ്റ് തന്നെയാണ്. അതായത് ഈ മൊത്തത്തിൽ രാജ്യത്തിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇതൊന്ന്. രണ്ടാമത്, ഇന്ന് ആഗോള രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ എങ്ങനെ ഈ സാഹചര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഈ ട്രംപ് അനുവർത്തിച്ചിരിക്കുന്ന നയം മൂലം ഈ ലോകക്രമത്തിൽ തന്നെ വലിയ ഒരു പ്രശ്നമുണ്ടായി. യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ഇപ്പോൾ ഈ ആഴ്ച തന്നെ ഒരു കരാർ ഒപ്പിട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ, അതായത് വളരെ ലോക സാമ്പത്തിക രംഗത്ത് ഈ ട്രംപിൻ്റെ ഈ ടാക്സ് പരിപാടി മൂലം വലിയ പ്രതിസന്ധിയും വലിയ അനിശ്ചിതത്വവും ഒരു പ്രശ്നവും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ 3 ലക്ഷ്യങ്ങളാണ്. സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കുക, പിന്നീട് ഈ ജനങ്ങളുടെ ക്ഷേമം വർദ്ധിപ്പിക്കുക, വികസനം എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് വ്യവസായ വികസനത്തിന് വലിയ ഊന്നൽ. അപ്പോൾ വ്യവസായ ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുക, അത് കയറ്റുമതി ചെയ്യുക, അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് അതിനകത്തുള്ളത്. പ്രത്യേകിച്ച് ബയോ ഫാർമ, അതായത് ഈ മരുന്നുകളുടെ കാര്യത്തിൽ ലോകത്തെ ഒരു പ്രധാനപ്പെട്ട ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറണം. സെമി കണ്ടക്ടറിൽ വലിയ മേഖലയിൽ അത് ആണല്ലോ ഇപ്പോഴത്തെ മോഡേൺ എമർജിങ്. ഇലക്ട്രോണിക്സ്, റയർ എർത്ത്, പിന്നെ കണ്ടെയ്നർ നമ്മൾ നിർമ്മിക്കണം, ചെറുകിട വ്യവസായം. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ കൂടുതൽ ഉൽപ്പാദനം ഇവിടെ നടത്തുകയും അത് നമ്മുടെ നാട്ടിലേക്ക് മാത്രമല്ല വിദേശ കയറ്റുമതി നടത്താൻ നമുക്ക് സഹായകരമായ രീതിയിലേക്കൊരു മാറ്റം, അതാണ് ഈ ബഡ്ജറ്റിൻ്റെ ഒരു പ്രധാന ത്രസ്റ്റായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിനടിസ്ഥാനമായിട്ട് അടിസ്ഥാന ഘടക വികസനം, ഇതൊരു സ്ട്രക്ചറൽ മാറ്റങ്ങൾ വരുത്തുക, സിമ്പിളായിട്ടുള്ള മാറ്റങ്ങളല്ല ഈ ബഡ്ജറ്റിൽ ഉദ്ദേശിക്കുന്നത്. ഇതിനെ നമ്മൾ പറയും സ്ട്രക്ചറൽ റിഫോംസ് എന്ന് പറയും. അപ്പോൾ അടിസ്ഥാന രംഗത്ത് വികസനം, സിറ്റികളെ വികസിപ്പിക്കുക, സിറ്റികളെ വളരെ വികസിപ്പിക്കുക, അത് വളരെ ഉൽപ്പാദന കേന്ദ്രങ്ങളാക്കുക, ആ തരത്തിലുള്ള ഒരു എൻവയോൺമെൻറ്റ് പരിപാലനം, പരിസ്ഥിതി പരിപാലനം, ഷിപ്പ് റിപ്പയറിങ് യാർഡുകളും ആ തരത്തിലുള്ള സംവിധാനങ്ങൾ വളരെ, കാരണം ഷിപ്പ് മേഖലയിൽ ഉള്ള അടിസ്ഥാന ഘടകങ്ങൾ, ഉൾനാടൻ ജലഗതാഗതം, കോസ്റ്റൽ ഷിപ്പിങ്, പിന്നെ ഈ ചരക്ക് നീക്കത്തിന് പുതിയ ഇടനാഴികൾ സൃഷ്ടിക്കുക. അപ്പോൾ ഈ തരത്തിലുള്ള അടിസ്ഥാന ഘടക വികസനത്തിന് വലിയ ഒരു പ്രാധാന്യമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അതായത് നമ്മൾ പണ്ട് നമ്മുടെ രാജ്യത്ത് തന്നെ കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുകയും ഇവിടെ കഴിയുക എന്നുള്ളതാണ്. ആ സ്റ്റേജ് വിട്ടിട്ട് ഇപ്പോൾ നമ്മൾ ഓർക്കണേ, യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ ഒരു കരാർ ഒപ്പിട്ടിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ്റെ കീഴിലുള്ള 10-27 രാജ്യങ്ങളിലേക്ക് നമുക്ക് കയറ്റുമതി അയക്കാനായിട്ടുള്ള സാധ്യത നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിലേക്ക്. അപ്പോൾ വിദേശത്തേക്ക് നമ്മൾ ഇവിടെ മാത്രം നിന്നാൽ പോരാ, വിദേശത്തേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യുക, നമ്മളങ്ങനെ ലോകത്തേക്ക് എമർജ് ചെയ്യുക എന്നുള്ള ഒരാശയമാണ് ഈ ബഡ്ജറ്റിൻ്റെ ഒരു ഫോക്കസായിട്ട് ഞാൻ കാണുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ അപൂർവ ധാതു ഇടനാഴി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ധാരാളം ധാതു സമ്പത്തുണ്ട്, പ്രത്യേകിച്ച് ഈ കടൽ തീരത്തും മണലിലും ഒക്കെ. അത് കേരളത്തിന് ഗുണകരമായിട്ടുള്ള ഒരു നടപടിയാണ്. അതോടൊപ്പം തന്നെ നാളികേര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, നാളികേര വികസനം. കേരളത്തിലാണല്ലോ പ്രധാനമായിട്ട് നാളികേരമുള്ള ഒരു സംസ്ഥാനം. അപ്പോൾ തീർച്ചയായിട്ടും അതും കേരളത്തിന് ഗുണകരമായിട്ടുള്ളത് തന്നെ. കശുവണ്ടി, കൊക്കോ,
ഇതും ആഗോളതലത്തിലേക്ക് കയറ്റി അയക്കത്തക്ക രീതിയിലേക്ക് അതിനെ മാറ്റുക എന്നുള്ളതും അതും തീർച്ചയായിട്ടും കേരളത്തിന് ഗുണകരമായിട്ടുള്ളതാണ്. പിന്നെ ഇതിനെയൊക്കെ ഈ കശുവണ്ടി കൊക്കോയൊക്കെ തന്നെ പ്രീമിയം ഉൽപ്പാദനങ്ങളാക്കി മാറ്റി അതിൻ്റെ ആഗോള ഉൽപ്പാദന കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നാണ്. അത് തീർച്ചയായിട്ടും കേരളത്തിന് ഗുണമുണ്ട്. ആയുർവേദത്തിന് വലിയൊരു പ്രാധാന്യം കൊടുക്കുക, അതും കേരളത്തിന് വളരെ ആയുർവേദ പിന്നെ ആയുർവേദത്തിന് വേണ്ടി 3 വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുമെന്ന് പറയുന്നുണ്ട്. അത് കേരളത്തിലാണോ എന്നറിയില്ല. പക്ഷേ ഏതായാലും ഇതൊക്കെ ഈ നടപടികൾ കേരളത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നടപടികളാണെന്ന് പറയാം. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ കേരളത്തിന് പലതും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പലതും കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. ഉദാഹരണത്തിന് എയിംസ് കേരളത്തിൽ വരുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടന്നിട്ട് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കിട്ടുന്നില്ല. അതിവേഗ റെയിൽ ഇപ്പോൾ കിട്ടുക, നാളെ ഇതുണ്ടാക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അതിനെപ്പറ്റിയുള്ള ഒരു പ്രഖ്യാപനമില്ല. അതേസമയം വേറെ 7 സ്ഥലങ്ങളിൽ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന അതിവേഗ റെയിൽവേ ലൈൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഈ തരത്തിലുള്ള ചില കാര്യങ്ങളിൽ നമുക്ക് പിന്നീട് വലിയ നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമുക്ക് ഒന്നും കിട്ടിയില്ല എങ്കിലും ഇത് മൊത്തത്തിൽ പിന്നെ അതുപോലെ തന്നെ ഈ ഹയർ എഡ്യൂക്കേഷൻ വലിയൊരു എംഫസിസാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ പറയുന്നു ഇതിനകത്ത്. ഇപ്പോൾ 5 തന്നെ മേജർ ഈ ഹയർ എഡ്യൂക്കേഷൻ ക്യാമ്പസ് സിറ്റികൾ തന്നെ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. ആ തരത്തിലുള്ള നടപടികൾ, ആ തരത്തിലുള്ള നയങ്ങൾ തീർച്ചയായിട്ടും കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിന് വളരെ ഗുണകരമായിട്ട് വരാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് രാജ്യത്തിനെ വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമായിട്ടുള്ള ഇന്നത്തെ ഗ്ലോബൽ സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഗ്ലോബൽ സാഹചര്യമാണ്. ട്രംപ് അങ്ങനെ ഒരു വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നു. ട്രേഡും മറ്റ് കച്ചവടവും എല്ലാം ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. യുക്രൈനിൻ്റെ യുദ്ധം മൂലമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ലോകം 2 ചേരിയിൽ 2 മാർക്കറ്റായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വളരെ ഒരു അനിശ്ചിതത്വം, സാമ്പത്തിക നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വളരെ ഒരു അനിശ്ചിതം നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ നടപടികളിലേക്ക് പോകുന്നത്. മാത്രമല്ല നമ്മുടെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് എടുത്തിരിക്കുന്ന നടപടികളൊക്കെ തന്നെ ഇന്ത്യ തളരുന്നില്ല. ലോകത്തുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഇങ്ങനെ തളർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്ത്യ ശക്തമായിട്ട് നിൽക്കുന്നു. ഇന്ത്യയുടെ വളർച്ചയും ഏതാണ്ട് 7% കോവിഡ് കാലത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഏതാണ്ട് 6 മുതൽ 7% വരെ വളർച്ചയുണ്ട്. ലോകത്തെ ഏറ്റവും വലിയൊരു എമർജിങ് എക്കോണമി എന്ന് വേൾഡ് ബാങ്കും IMFും പറയുന്ന ഏറ്റവും കൂടുതൽ ഏറ്റവും ഉയർന്ന വളർച്ചയുള്ള രാജ്യമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇതൊരു വളരെ ഒരു പ്രത്യേകത ഒരു കാര്യമാണ്. ഈ ലോകം മുഴുവൻ ഇപ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാം. ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും, അത് യൂറോപ്പ് ആയാലും ശരി തന്നെ, അമേരിക്ക ആയാലും ശരി തന്നെ, മറ്റ് രാജ്യങ്ങളെല്ലാം തളർന്ന് അവരുടെ സമ്പദ്ഘടന തളർന്ന് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഈ പ്രതിസന്ധി വന്നപ്പോൾ പല രാജ്യങ്ങളും വലിയ തകർച്ചയാണ് വന്നിരിക്കുന്നത്. ഇന്ത്യക്ക് ഇവിടെ ഒരു തകർച്ച വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അത് സ്റ്റേബിളായിട്ട് നിലനിൽക്കുന്നു, അത് മുന്നോട്ട് പോകുന്നു. അങ്ങനെ പിന്നെ ഇന്ത്യ ഒരു വളരെ സ്റ്റേബിൾ ഡെമോക്രസിയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ എന്തുകൊണ്ട് ചൈനയിൽ പോകുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് റഷ്യയിൽ പോകുന്നില്ല, എന്തുകൊണ്ട് ഇന്ത്യ വരുന്നു? കാരണം ഇന്ത്യ വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു ജനാധിപത്യ രാജ്യമാണ്. അവർ നിക്ഷേപങ്ങൾ ഇവിടെ നടത്തിയാലും അതിനൊരു സുരക്ഷിതമുണ്ട്. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തന്നെ ഇവിടെ കോടതിയും മറ്റ് സംവിധാനങ്ങളുമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ രാജ്യം ഈ മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകവും നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേബിളായിട്ടുള്ള ഒരു ഡെമോക്രസി ആയിട്ട് നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളിങ്ങനെ പെട്ടെന്നിങ്ങനെ വരുന്നില്ല, ഗ്രാജുവലായിട്ട് നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ ലോകത്തെ ഏറ്റവും 4ാമത്തെ വലിയ സമ്പദ്ഘടനയായി. അത് വീണ്ടും വലിയ താമസമില്ലാതെ, ഈ നിലയ്ക്ക് പോയ വലിയ താമസമില്ലാതെ ജർമ്മനി ഓവർടേക്ക് ചെയ്യുന്ന 3ാമത്തെ ഒരു സമ്പദ്ഘടനയായിട്ട് പോകാനായിട്ടുള്ള ഒരു നിലയിലേക്ക് നിൽക്കുന്നു. ആ തരത്തിലുള്ള മാറ്റത്തിന് സഹായകരമായ അടിസ്ഥാന സാമ്പത്തിക മാറ്റങ്ങൾ, അല്ലെങ്കിൽ സ്ട്രക്ചറൽ റിഫോംസ് എന്ന് പറയും, ആ റിഫോംസാണ് ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നുവെന്നാണ് ഞാൻ ഇതിനെപ്പറ്റി കാണുന്നത്.